ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. നമുക്ക് എലാസ്റ്റിക് എങ്ങനെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻറ്റിനാണ് എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. എലാസ്റ്റിക് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അരവണ്ണമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരവണ്ണത്തിനേക്കാളും 2-3 ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുത്തേ ഉള്ളൂ. കുറച്ചും കൂടി നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്തായാലും നല്ല ബെൽറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തുണി നല്ല വശത്തേക്ക് തിരിച്ചിടാം. എന്നിട്ട് ഇത് ഇവിടേക്കും ഇതുപോലെ പിൻ ചെയ്തെടുക്കാം. പിന്നെ കാണുന്നുണ്ടോ, ഇത് ഇവിടേക്ക് വെച്ചിട്ട് പിൻ ചെയ്തെടുത്തു. പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ആദ്യം നടുവിലൂടെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. സൂചി ഒന്ന് കുത്തിയെടുത്ത എലാസ്റ്റിക് നന്നായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. തുണീൻ്റെ നേരെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. വെച്ചിട്ട് ചെയ്യാം. ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സെൻറ്റർ പോയിന്റ് എത്തിക്കഴിഞ്ഞു. വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററും കൂടി എടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്ത് ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് പിടിച്ചാൽ നമുക്ക് ആ വലിച്ചു പിടിക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുമേ. അപ്പോൾ ഇതുപോലെ വലിച്ചു പിടിക്കുക, സ്റ്റിച്ച് ചെയ്യാം. ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് ഒരിക്കൽ മടക്കാം. ഇട്ടേക്ക് വെച്ചിട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കാം. എന്നിട്ട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. നന്നായിട്ട് നീറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നീറ്റായിട്ട് വലിച്ചു പിടിച്ച് നല്ല വൃത്തിക്ക് തന്നെ ഇത് കിട്ടുവേ. ഇന്നത്തെ ക്ഷമ തന്നെ നമുക്ക് സെന്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അതാ ഇതുപോലെ എലാസ്റ്റിക് നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിപ്പം കുറച്ച് ഫ്ലെയർ ഞാൻ എലാസ്റ്റിക്കിന് എടുത്തിട്ടുള്ള തുണി കുറച്ച് കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ചുരുക്ക് മാത്രം പോലെ തോന്നുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ എലാസ്റ്റിക്കൊക്കെ നമുക്ക് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു 5-6 ഇഞ്ച് തുണി തന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അത്രയൊന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് മാത്രം ഫ്ലെയർ ആയിട്ട് കാണുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.